ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി പ്ലാനറ്റ് ടോക്സ്. 5K ആയതിനു ശേഷം ഞാൻ ഈ ഏരിയയിലോട്ടൊന്നും വന്നിട്ടില്ല നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ഡ്രാമ നമ്മൾ ഇടുന്നതിൽ ചെറുതായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു വില്ലനാണ് കോപ്പിറൈറ്റ്. എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് കുറെ കാത്തിരുന്നത് കൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ നമ്മൾ നേരെ എപ്പിസോഡിലേക്ക് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഹേജന്റെ അമ്മയും തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ മോനെ നോക്കുന്നതിനുള്ള പൈസയും അയാളുടെ കയ്യിൽ നിന്ന് അവർ കടം മേടിച്ചതും കുറച്ച് എക്സ്ട്രാ ക്യാഷുമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹേജിനെ ഒന്ന് കാണണമെന്ന് നമ്മുടെ ജൂണിന്റെ അച്ഛനും ആവശ്യപ്പെടുമ്പോ അവര് പറയുന്നത് ഹേജിനെ കണ്ടിട്ട് അവനൊരു ഹോപ്പ് കൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല, കാരണം അവർക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവര് ഈ കണ്ടുമുട്ടല് ഒരു സീക്രട്ട് ആക്കി വെക്കാനും വേണ്ടിട്ട് അവര് പറയുന്നത്. ജൂണിന്റെ അച്ഛനും അവര് കൊടുത്ത എക്സ്ട്രാ ക്യാഷ് ഒക്കെ അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് അയാൾ അവർക്ക് കൊടുത്ത പൈസ മാത്രം എടുക്കുകയാണ്. പക്ഷെ ഹേജിന്റെ അമ്മയും അത് അയാളുടെ കൈ കൊടുത്തിട്ട് അങ്ങ് പോകുന്നത്. നമ്മുടെ ജൂണും ഹേജനും കൂടെ കടയിൽ പോയിട്ട് വരുമ്പോഴാണ് താഴെ ഒരു ടാക്സിയിൽ അവന്റെ അമ്മയെ പോലെയുള്ള ഒരു ലേഡി എങ്ങനെ കയറി പോകുന്നത് കാണുന്നത്. പക്ഷെ അവൻ അത് അധികം ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഇവരും റൂഫ് ടോപ്പിൽ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ സൻഹ ആണെങ്കിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഉറങ്ങിപ്പോകുന്നത്. കുറെ കഴിഞ്ഞ് ഇവന്റെ അമ്മ ഇവനെ വിളിച്ചിട്ട് പറയും ഇവന്റെ അനിയത്തി മിസ്സിംഗ് ആണെന്ന്. അങ്ങനെ സൻഹയും ജൂണും നമ്മുടെ ഹേജനും കൂടെ ഈ കൊച്ചിനെ തേടി നടക്കും. ഈ സമയം ഇവന്റെ അനിയത്തിയാണെങ്കിൽ അവളുടെ അമ്മയുടെ പേഴ്സ് എടുത്ത് ഒരു ടാക്സി കയറി സൻഹയും തപ്പി നടക്കുന്നത്. അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് ആ ഏരിയയിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. ആ റെസ്റ്റോറന്റിന്റെ ഓണറും ഈ കൊച്ചിനെ ഇങ്ങനെ കളഞ്ഞു കിട്ടിയതുകൊണ്ട് തന്നെ പോലീസിനെ വിളിക്കും. അങ്ങനെ നമ്മുടെ സൻഹയുടെ അച്ഛനാണ് അവിടെ എത്തുന്നത്. ഈ സെയിം ടൈമിൽ തന്നെ നമ്മുടെ സൻഹയും വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് പറയും ഇവന്റെ അനിയത്തിയെ കാണുന്നില്ലാന്ന്. അങ്ങനെ അയാളും മനസ്സിലാക്കുന്നത് ആ കൊച്ചാണ് ഇതെന്ന്. സൻഹയുടെ അച്ഛനും അവളെയും കൂട്ടി ജൂണിന്റെ അച്ഛന്റെ കടയിൽ വരുമ്പോഴാണ് സൻഹ അവളെ കണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് കുറച്ച് വഴക്കൊക്കെ പറയുന്നത്, അമ്മയടുത്തൊന്നും പറയാതെ ഇറങ്ങിയൊക്കെ വന്നതില്. അങ്ങനെ അമ്മയും അവിടെ എത്തിയിട്ട് അവളെ വഴക്ക് പറയും. സൻഹയെ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, കൊച്ചിനെ കാണാതെ പോയെന്നൊക്കെ പറഞ്ഞ്. ഇത് കേട്ട് സൻഹയുടെ അച്ഛനും അവന് വേണ്ടിയിട്ട് സംസാരിക്കും. അപ്പോഴാണ് അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മളാണ് ഫാമിലി എന്ന്. അങ്ങനെ സംസാരിച്ച് എപ്പോഴത്തെയും പോലെ നമ്മുടെ സൻഹയെ കുറ്റപ്പെടുത്തുന്ന അമ്മയും, നീ ചെയ്ത തെറ്റിനൊക്കെ നീ എന്നോട് മാപ്പ് ചോദിക്കേണ്ടതാണ്. ഞാനിപ്പോ നിന്റെ അനിയത്തിയെ നിന്നെ കാണിക്കാൻ കൊണ്ടുവന്നതിന് എന്റെ ഒരു കടമയാണ്. ഇത് കേട്ട് സൻഹയും ദേഷ്യപ്പെടും. ഇത്രയും കാലമില്ലാത്ത ഒരു സ്നേഹമൊന്നും ഇനിയും വേണ്ട, നമ്മുടെ പൊട്ടിപ്പോയ ബന്ധത്തിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കുകയും വേണ്ട എന്ന്. അമ്മയും ദേഷ്യത്തില് നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്, നീ അവിടെ ഒറ്റയ്ക്കായിരുന്നു അവളുമായിട്ട്, നീ കാരണമാണ് അവള് മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് അവന്റെ അനിയത്തിൽ നിന്ന് കരയുന്നു. പുറത്തിറങ്ങിപ്പോയി നമ്മുടെ സൻഹയുടെ അച്ഛനും അമ്മയും കൂടെ ദേഷ്യപ്പെട്ട് വഴക്കിട്ടോണ്ട് നിൽക്കുമ്പോഴാണ് ജുവോനും ഹേജനും സൻഹയുടെ ബാക്കിൽ പോകുന്നത്. സൻഹ ആണെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഇവരെ മുഖം കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് ഓടിപ്പോവും. പഴയ കാര്യമൊക്കെ ആലോചിച്ച് പെട്ടെന്ന് സൻഹയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് വരികയാണ്. അന്ന് രാത്രി ജുവോനും ഹേജനും സംസാരിക്കുമ്പോൾ ഹേജൻ പറയുന്നുണ്ട് അവൻ എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലി ടോക്സിക് ആണെന്ന് സൻഹ പറഞ്ഞത് ഇപ്പോഴാണ് അവന് മനസ്സിലായതെന്ന്. അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മുടെ സൻഹ ആണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുവോനും ഹേജനും മാറി മാറി ഇവനെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇവൻ മനഃപൂർവ്വം എല്ലാരെയും അവോയ്ഡ് ചെയ്ത് നടക്കാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് സൻഹയും ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ഹേജൻ അവനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ സൻഹ എത്തുമ്പോൾ സൻഹയോട് അവനിങ്ങനെ ഫുഡ് കഴിക്കാത്ത നടക്കുന്നതിലൊക്കെ വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എപ്പോഴത്തേം പോലെ സൻഹയ്ക്ക് അവളും ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ സൻഹയ്ക്ക് മനസ്സിലാവാണ് അവളാണ് അത് കൊണ്ടുവച്ചെന്ന്. കാരണം ഡെയിലി അവന് വേണ്ടിയിട്ട് കുറെ ലെറ്റർ ഒക്കെ അവൾ എഴുതാറുണ്ട്. പിന്നീട് സൻഹയും ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ചെറുതായിട്ട് മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവനും ഓടി വീട്ടിലെത്താൻ ശ്രമിക്കുകയാണ്. സൻഹയാണെങ്കിൽ ഇത്രയും നേരമായിട്ട് വീട്ടിലെത്താത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജൂൺ അവന് കോൾ ചെയ്യുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സൻഹയെ വിളിക്കാനും വേണ്ടിയിട്ട് അവളൊരു കൊടയും എടുത്ത് പുറത്തോട്ട് പോകുമ്പോഴാണ് അവനും ഇങ്ങോട്ട് എത്തുന്നത്. ആ കൊടയും അവന് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. അങ്ങനെ സൻഹയും കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും സന്തോഷപ്പെടുകയാണ്. രാത്രിയിൽ ഈ മഴ നനഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ സൻഹയ്ക്കും ചെറുതായിട്ട് ജലദോഷം തുടങ്ങിയിട്ടുണ്ട്. അവനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയാസമയം നമ്മുടെ ജുവോണും ഹേജനും അച്ഛന്മാരും എത്തുന്നുണ്ട്. നമ്മുടെ സൻഹയുടെ അച്ഛനും അവിടെ എത്തുമ്പോഴാണ് അയാൾക്ക് സൻഹയുടെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ സൻഹയും സോഹിയും ഒരുമിച്ച് വെക്കാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, കാരണം രണ്ടാമത്തെ ഒരു ചാൻസ് ആയിട്ടാണ് സൻഹയ്ക്ക് സോഹിയെ കിട്ടിയിരിക്കുന്നത് ഇപ്പം. അങ്ങനെ രാവിലെ നമ്മുടെ സൻഹയും ഉറക്കം എണീക്കുമ്പോൾ അവന്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവര് 4 പേരും അവനെ നോക്കിക്കൊണ്ടിരുന്നതൊക്കെ അവനും ചിന്തിക്കുന്നു. അന്നത്തെ ദിവസം നമ്മുടെ അച്ഛനാണെങ്കിൽ സൻഹയുമായിട്ട് അവന്റെ മരിച്ചുപോയ അനിയത്തിയെ കാണാൻ എത്തുന്നു. എന്നിട്ട് നമ്മൾ അച്ഛനവനോട് പറയുന്നുണ്ട് അവളുടെ മരണത്തിന് കാരണം നീയല്ല, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാൻ പാടില്ലായിരുന്നു. സോഹി നിന്റെ അനിയത്തിയാണ്, നിനക്ക് എപ്പോഴെങ്കിലും അവളെ കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് അവളെ കാണാമെന്നും. ഇപ്പൊ അടുത്ത ദിവസം ഇവരെല്ലാരും കൂടെ ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹേജുന്റെ ഫോണിൽ ഒരു ഫോട്ടോ വരുന്നത്. അവന്റെ ആന്റിക്കും ഇപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ പോകുന്നതിന് നമ്മൾ സൻഹയുടെ ഹേജിന്റെ അടുത്ത് അവള് ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ ഫ്രീ അല്ലേ, നമ്മുടെ താലിന്റെ അമ്മ നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് സൻഹയും നിന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ ഞങ്ങളെ എന്തിനാ ട്രീറ്റ് ചെയ്യുന്നത്, എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടാ. പക്ഷെ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാലും ഇവിടെ അടുത്ത് ഒരു കാര്യം ചെയ്യാനും വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമില് കണക്കിന് നമ്മൾ ദാലിനാണെങ്കിൽ 3rd ഗ്രേഡ് കിട്ടും. ഇതും കണ്ടിട്ട് നമ്മുടെ അമ്മ അങ്ങ് ടെൻഷൻ ആവും. നീ ജുവോന്റെ ചീട്ടിന്റെ നോട്ട്സ് ഒക്കെ മേടിച്ച് പഠിച്ചെന്നല്ലേ പറഞ്ഞത്. അവളും പറയും ഇതുവരെ
ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ലാന്ന്. നിനക്ക് ഇത്രയ്ക്ക് നാണാണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരെ ട്രീറ്റ് ചെയ്യാന്ന് പറയാം. അങ്ങനെ ഇതുകൊണ്ടാണ് ഇവരെയും ട്രീറ്റ് ചെയ്യാന്ന് അവളിങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ ഇവരും ഭയങ്കര എക്സ്പെൻസീവും പോപ്പുലറും ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ സനയും ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവർ എന്നെ മാത്രമല്ലേ വിളിപ്പിച്ചത്, നീ എന്തിനാടാ ഞങ്ങളുടെ കൂടെ കയറി വരുന്നത്? ഓ, നീ ഇപ്പൊ പറയുന്ന ഒന്നും എന്റെ ചെവിയിലോട്ട് കയറത്തില്ല. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്നെങ്കിൽ അത് ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് എന്നറിഞ്ഞ് ഇവരും അകത്തേറി പോകും. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ദാലിന്റെ അമ്മയും അവളുടെ അടുത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ പറയും. അപ്പോഴാണ് അവളും അവരുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ കഴിക്കാനായിട്ടെന്ന്? ഞങ്ങൾ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നീ തന്നെ ഓർഡർ ചെയ്യുന്നത് അവളുടെ അടുത്തും പറയുമ്പോഴാണ് അവിടെ ദാലും ഇങ്ങനെ ഓർഡർ ചെയ്യാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുന്നത്. പക്ഷെ അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ അമ്മയെ അത് മേടിച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഓർഡർ ചെയ്യാണ്. അവളുടെ അമ്മയും പറയും, മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്യാൻ പോലും നിനക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ വലുതാകുമ്പോ എങ്ങനെയാ ഒരു വക്കീലാവുന്നത്? ഈ വട്ടം കണക്ക് പരീക്ഷയ്ക്ക് അവൾ ചെറുതായിട്ടൊക്കെ മാർക്ക് കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതീക്ഷകൾ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദാലിന്റെ അമ്മയും ഭയങ്കര കൺട്രോളിങ്ങും സ്ട്രെസ് കൊടുക്കുന്ന രീതിയിലുമാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ ഇവർക്ക് 3 പേർക്ക് മനസ്സിലാവുന്നുണ്ട്. ദാലാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അമ്മയും വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ദാൽ അവരെ കാത്തു നിൽക്കുന്നത്. മെനു നോക്കി നല്ല രീതിയിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ അറിയത്തില്ലായിരിക്കാം, മാത്സ് പരീക്ഷയ്ക്ക് ഞാൻ ചെറുതായിട്ട് തെറ്റിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്നാലും എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു മണ്ടിയെ പോലെ ഇങ്ങനെ പരിഗണിക്കുന്നതൊന്ന് നിർത്തണം. വീട്ടിലാണെങ്കിൽ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അമ്മയും ചോദിക്കുന്നത്, എങ്കിൽ പിന്നെ ഞാൻ എല്ലാവരും അടുത്തും നീ ഭയങ്കര വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണോ എന്നൊക്കെ ചോദിച്ച് അവളെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും കരയുന്നത്. ഞാൻ നിന്നെ കരയാനും വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അമ്മയും പറഞ്ഞിട്ട് ഇവർ 2 പേരും കൂടെ നടന്നു വരുമ്പോഴാണ് ദൂരേന്ന് നമ്മുടെ ജുവോണിനെ കണ്ടിട്ട് മനസ്സിലാവുന്നത് അവൾ കരഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ സൻഹയും പറയുന്നത് അവളുടെ അമ്മയുടെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ അത് മനസ്സിലാക്കിയ രീതിയിൽ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നു. അമ്മയും പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ദാലിന്റെ സങ്കടം മാറ്റാനും വേണ്ടിയിട്ട് ഇവരും ബീച്ചിൽ പോകുന്നു. അങ്ങനെ നമ്മുടെ ഹേജനും ജുവോണും ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ നമ്മുടെ സൻഹയും നമ്മുടെ ദാലും കൂടി ഇരിക്കുന്നത്. സൻഹയും അവന്റെ നോട്ട്സ് ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. സൻഹ അവളോട് അവരുടെ കൂടെ പോയി കളിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ, ഞാൻ ഓൾറെഡി സമാധാനത്തിലാണല്ലോ, പിന്നെന്താ പ്രശ്നം? അമ്മയാണെങ്കിൽ അങ്ങനൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കുന്നതാണ്, ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടിരിക്കുമ്പോ അങ്ങനൊന്നും സംസാരിക്കാറില്ല. പിന്നെ അമ്മ പറഞ്ഞതും കറക്റ്റ് അല്ലേ? ഇത് കേട്ടിട്ട് സൻഹയും ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് ജുവോണുമായിട്ട് ഫ്രണ്ട്സ് ആയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവക്ക് വേണ്ടിയിട്ട് നിന്റെ ഷൂ പോലെ ഊരിപ്പോയത് അറിയാതെ നീ ഓടിയിരുന്ന്. വക്കീലുമാരൊക്കെ അങ്ങനല്ലേ, മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നം പോലല്ലേ അവര് പരിഹരിക്കുന്നത്. പിന്നെ നിന്റെ അമ്മ പറഞ്ഞത് എല്ലാം അങ്ങ് കറക്റ്റ് ഒന്നും അല്ല, അമ്മയും ഒരു മനുഷ്യനായിട്ട് ചിന്തിച്ചു നോക്ക്, അപ്പോ നിനക്ക് കുറച്ചുകൂടി സമാധാനം വരും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇവരിരുന്ന് സംസാരിക്കുന്നെല്ലാം ദൂരെ നിന്ന് നമ്മുടെ ഹേജനെ നോക്കിയിട്ട് ചിരിക്കും. ഇത് കേട്ടിട്ട് എന്തിനാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഇടി നിനക്കറിയാലോ ഞാൻ എത്രമാത്രം ഷാർപ്പാന്ന്, നിന്റെ കൂട്ടുകാരിക്ക് നമ്മുടെ സൻഹ ഇഷ്ടമാ, എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാ. അവരാണെങ്കിൽ നല്ല രസമുണ്ട് ഒരുമിച്ചിരിക്കുന്നത് കാണാൻ. ഇത് കേട്ടിട്ട് നമ്മുടെ ജുവോണോ അവനെ അടിച്ചിട്ട്, ഓ പിന്നെ ഷാർപ്പ് പോലോ, ഇവൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഹേജിനും അവന്റെ ആന്റിയെ കുഞ്ഞിനെ കാണാനും വേണ്ടിട്ട് വിളിക്കും. അങ്ങനെ അവനും അങ്ങ് പോകുമ്പോഴാണ് നമ്മുടെ ദാലിനെയും അവളുടെ അമ്മ വിളിച്ച് അവളും അങ്ങ് പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഹേജിനും അവന്റെ ആന്റിയെ കാണാൻ എത്തുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരു നേഴ്സ് പറയുന്നത്, കുറച്ചു മുന്നേ വന്ന ലേഡി ഇവന്റെ അമ്മയല്ലേ, അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ മോൻ. ഇതും കേട്ടിട്ട് അവന് മനസ്സിലാക്കുന്ന ആന്റിയെ കാണാൻ വേണ്ടിട്ട് അവന്റെ അമ്മ അവിടെ എത്തിയിരുന്നെന്ന്. ഇപ്പൊ റെസ്റ്റോറന്റിലാണെങ്കിൽ നമ്മുടെ ജുവോന്റെ അച്ഛൻ സൻഹയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹേജിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു എന്നും പൈസ കാണിച്ചിട്ട് സംസാരിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. ഇതൊക്കെ നമ്മുടെ ഹേജിനും പുറത്ത് നിന്ന് കണ്ട് സങ്കടപ്പെടുകയാണ്. അവനും ഇങ്ങനെ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുകയാണ്, വളർന്നു കഴിയുമ്പോൾ ഞാൻ ആ പൈസ അടച്ച് തീർക്കുമായിരുന്നല്ലോ എന്നിങ്ങനെ നിന്ന് അവനും അത് തന്നെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജുവോണും സൻഹയും കൂടെ തിരിച്ചു നടന്നു പോകുമ്പോ സംസാരിക്കുകയാണ്. നമ്മുടെ ജുവോണും നമ്മുടെ ഹേജിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ ഹേജിന് എന്താ ഇത്രയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? കുറച്ചു മുന്നേ അവൻ എന്റെ അടുത്ത് എന്തോ പറഞ്ഞെന്നറിയാവോ, അവൻ ഭയങ്കര ഷാർപ്പാണെന്നും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നും. ഇതും പറഞ്ഞിട്ട് അവളിങ്ങനെ മുകളിലൂടെ നടക്കാൻ പോകുമ്പോഴാണ് അവളിങ്ങനെ വീഴുവൊന്നും പേടിച്ച് എന്റെ കൈ പിടിച്ച് നടക്കാനായിട്ട് സൻഹ പറയുന്നത്. എന്നിട്ട് അവള് വീണ്ടും നമ്മുടെ ദാലിന്റെ ഹേജിന്റെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഇത്രയൊക്കെ സിഗ്നൽ കിട്ടിയിട്ടും അവൻ എന്താ മനസ്സിലാവാത്തത് നമ്മുടെ ദാലിന് അവനെ ഇഷ്ടമാണെന്ന്? അവൻ എത്രയ്ക്ക് സ്റ്റുപ്പിഡാണോ? ഇതും കേട്ടിട്ട് നമ്മുടെ സൻഹയും പറയുന്നത്, ഹേജൻ മാത്രമല്ല സ്റ്റുപ്പിഡ്, നീയും സ്റ്റുപ്പിഡാണെന്ന്. ഇതും കേട്ടിട്ട് അവളും ചോദിക്കുന്നത്, ഞാൻ എങ്ങനെ സ്റ്റുപ്പിഡ് ആവുന്നത്? പെട്ടെന്ന് അവളുടെ ബാലൻസും പോയി അവള് നമ്മുടെ സൻഹയുടെ ദേഹത്തൊക്കെ വീഴുവാണ്. അങ്ങനെ നമ്മുടെ സൻഹയും അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ സൻഹയുടെ ഹൃദയമാണെങ്കിൽ ഇപ്പൊ സ്പീഡിന് ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഓൾറെഡി സൻഹയ്ക്ക് ഇവളോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി, ഇപ്പൊ അത് കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. കഴിഞ്ഞ വീഡിയോയില് ഇടയ്ക്ക് വെച്ച് സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നം വന്നതും ഈ കോപ്പിറൈറ്റ് കാരണമാണ്. ഈ ഡ്രാമയ്ക്ക് നല്ല രീതിയിൽ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ഈ ഡ്രാമ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. കാരണം ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രാമയാണ്. എനിക്ക് ഈ ഡ്രാമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 6 എപ്പിസോഡ് ആയിട്ടുണ്ട്, ഇനി 10 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ ഇതിന് ബാലൻസ് ആയിട്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.